അപ്പൊ ഞാൻ ഓടിച്ച് നോക്കിയിട്ടല്ലോ ഈ ബഡ്ജറ്റ് ഇപ്പൊ നോക്കുമായിരുന്നു ബഡ്ജറ്റിന്റെ ഡോക്യുമെന്റ്. പക്ഷെ പ്രത്യേകിച്ച് വിമൻ ആൻഡ് ചൈൽഡിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു തുക മാത്രം മാറ്റി വെച്ചിട്ടുള്ളൂ കേരള സർക്കാർ. അതിലും അതൊക്കെ നിർഭയ ഫണ്ടും അത് ആ കാര്യങ്ങളും പോഷൻ അംഗൻവാടി സെന്റേഴ്സിന്റെ സ്ട്രെങ്തനിങ്ങും അതൊക്കെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് തന്നെയാണ്. കേരളം അത് സ്പെസിഫിക്കലി എന്താ ചെയ്തിരിക്കുന്ന വിമന് വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാംസിൽ വിമൻ ബെനിഫിഷ്യറീസ് ഇത്രത്തോളം ശതമാനം മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുള്ളൂ. അതിൽ എല്ലാ പ്രോഗ്രാംസും നമുക്ക് മാറ്റി വെക്കാനുള്ള ഒരു തുക ഉണ്ട്. SC ST വിമൻ OBC കാറ്റഗറീസിന് മാറ്റി വെക്കാറുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് വിമന് വേണ്ടിയിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാം ഈ ബഡ്ജറ്റില്. വിമൻ സെൻട്രിക് ആയിട്ട് ബഡ്ജറ്റ് തന്നെയല്ല. ജെൻഡർ ബഡ്ജറ്റിംഗ് റേഷ്യോ നോക്കിയാലും വളരെ കുറച്ചാണ് ബഡ്ജറ്റ് വിമന് വേണ്ടിയിട്ടുള്ളത്. പല പ്രോഗ്രാംസ് മാറ്റിവെച്ച് ബഡ്ജറ്റ് മാത്രം അല്ല നമ്മൾ നോക്കുന്നത്. ഈ വിമൻ സ്പെസിഫിക് ആയിട്ട് എന്താ ഉള്ളത് എന്ന് വെച്ചാൽ അതാണ് കാണാത്തത് ഈ ബഡ്ജറ്റില്. വെരി ഡിസപ്പോയിന്റിംഗ് ബഡ്ജറ്റ് തന്നെ പറയാം. വിമൻ എന്നെ സംബന്ധിച്ചോളം വെരി ഡിസപ്പോയിന്റിംഗ് ബഡ്ജറ്റ് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. വിമൻ സെൻട്രിക് ആയിട്ട് ഒരു കാര്യം കൂടിയും ഇല്ല ഇതില്. പിന്നെ പല പദ്ധതികളും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒക്കെ സെന്ററിന്റെ ബഡ്ജറ്റ് തന്നെയാണ് ഇത്. ബിക്കോസ് കേരള സർക്കാരിന്റെ നമുക്കറിയാം അത് കടത്തില് മുങ്ങി കിടക്കുകയാണ്. ഒരു ഫണ്ടിങ്ങും ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ ലൈഫ് മിഷനും കൂടിയും പറയാണ് അത് വിമൻ ബെനിഫിഷ്യറീസ് ഉണ്ട് എന്നൊക്കെ. ലൈഫ് മിഷന്റെ ഫണ്ടിങ് സോഴ്സ് നോക്കുകയാണെങ്കിൽ കേരള അർബൻ റീസ്ട്രക്ചറിങ് ഫൈനാൻസ് ബിൽ അത് അവർക്ക് ഹഡ്കോ ലോൺ വഴി അവർക്ക് ആ കടം മാറ്റി വെക്കാനായിട്ട് ഹഡ്കോ ലോൺ വാങ്ങിക്കും. ഹഡ്കോ ലോൺ പൂർത്തിയാക്കാൻ അതേ ഏജൻസി തന്നെ അവർക്ക് കൊടുക്കും. ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരു ബഡ്ജറ്റാണ് കുറിച്ച് കുറെ പരാതികളെ കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെയാണ് ഒരു ബഡ്ജറ്റ് വേണ്ട. ഒരു സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റ് ചൂണ്ടിക്കാട്ടി അലിഗേഷൻസ് നിറച്ച ഒരു ബഡ്ജറ്റാണ്. 3 പേജ് ആ അലിഗേഷൻസ് മാത്രമേ ഉള്ളൂ. പിന്നെയാണ് നമുക്ക് ബഡ്ജറ്റിന്റെ കാര്യത്തിൽ നമുക്ക് കിടക്കുന്നത് ഒരു മൈക്രോ ബഡ്ജറ്റിംഗ് ആണ് നമ്മൾ പറയുന്നത്. ചെറിയ വെൽഫെയർ ഫണ്ടിങ് മാത്രം മാറ്റി വെച്ചിട്ടുള്ള എല്ലാ കാര്യത്തിനും. അപ്പൊ ഇത് എങ്ങോട്ടാണ് നീങ്ങണതെന്ന് നമുക്ക് തന്നെ അറിയില്ല. ഈ ഒരു ബഡ്ജറ്റിന്റെ ഒരു ഫണ്ടിങ് സോഴ്സും കാര്യങ്ങളും ബഡ്ജറ്റ് മിസ്മാനേജ്മെന്റിന്റെ ഒരു സിംബലൈസിംഗ് ആണ് ഈ ബഡ്ജറ്റ്. ഒരുപാട് റീസ്ട്രക്ചറിങ്, ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിന്റെ ആവശ്യമുണ്ട്. പല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അടിസ്ഥാനമായിട്ട് ഒരു ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത ഒരു പബ്ലിക് സെക്ടറാണ്. ഇത് വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയും നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി ലാംഗ്വേജിൽ. വിൻഡോ ഡ്രസ്സിംഗ് മാത്രം ഇല്ല ഒരു ബഡ്ജറ്റാണ് ഞാൻ പറയുള്ളൂ. ശ്രീമതി വിനിത ഹരിഹരൻ, ഒരുപക്ഷെ പ്രതീക്ഷകൾ എന്തെല്ലാമായിരുന്നു എന്നുള്ളതാണ്. അതെ, പ്രതീക്ഷകൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് കോയർ മേഖലയിൽ ആണെങ്കിലും കോയർ മേഖലയിൽ ഇഫ് യു സി കോയർ സെക്ടറും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വിമന് വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ച് ഒരു ഫണ്ട് മാറ്റി വെച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇത് കോയർ ബെനിഫിഷ്യറീസ് കോയർ സെക്ടറിൽ ഇത്രയും പ്രോഗ്രാംസ് ഉണ്ട്. അതൊക്കെ സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന പ്രോഗ്രാംസ് തന്നെയാണ്. സ്റ്റേറ്റിന്റെ ഷെയറും സ്റ്റേറ്റിന്റെ ബഡ്ജറ്റ് എന്താണ്, സ്റ്റേറ്റിന്റെ ഓൺ റിസോഴ്സസ് എന്താണ്, അതില്ല. അപ്പൊ ഓൺ റിസോഴ്സസ് വർദ്ധിക്കാനായിട്ട് നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഉള്ളത് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ അതിനാണ് നമുക്ക് വേണ്ടത്. വിമന് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെന്റും വിമൻ ഇപ്പോ ഹയർ എഡ്യൂക്കേഷൻ പ്രോസ്പെക്ട്സ് വിമൻ എന്തൊക്കെയാണ് അത് നമുക്ക് കൂട്ടി നോക്കണം. കേരളത്തിലെ ഏറ്റവും ഹൈ എഡ്യൂക്കേഷൻ ഉള്ള ഒരു സ്റ്റേറ്റ് ആണെന്നാണ് ഒരു ക്ലെയിമും. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ഹൈ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ അതിന് മുകളിലോട്ട് നമ്മൾ എങ്ങനെയാ നമ്മുടെ വിമന്റെ മുകളിലോട്ട് പോകാൻ പറ്റും, ഹൗ ലീഡർഷിപ്പ് പൊസിഷൻ എങ്ങനെ ആക്കാൻ പറ്റും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട. കേരളത്തില് നോളജ് എക്കോണമിയാണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. അതിലൊക്കെ വിമന് വേണ്ടിയിട്ട് എന്താ ഉള്ളത് ഷെയർ, അതൊക്കെ നമുക്ക് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു ഈ ബഡ്ജറ്റില്. വിമൻ ലേബർ ഫോഴ്സിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ്, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ക്ഷേമ പദ്ധതികൾ. ഇപ്പൊ ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീംസ് മാത്രമാണ് അവർ ഡീറ്റെയിൽ ചെയ്ത് ഇങ്ങനെ പല കാര്യത്തിലും ഡിവൈഡ് ചെയ്തിട്ട് അവര് പറഞ്ഞിരിക്കുന്ന ഈ വിമന് വേണ്ടി ഇത് ചെയ്യും, അത് ചെയ്യും, അംഗൻവാടി ചെയ്യും, ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമ പദ്ധതികൾ, അതൊക്കെ നമ്മുടെ മിഷൻ പോഷനും അങ്ങനത്തെ കുറെ സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രോഗ്രാംസ് തന്നെയുള്ളത്. സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിട്ട് സ്പെസിഫിക്കലി ആയിട്ട് നമുക്ക് കാണുന്നില്ല ഈ ബഡ്ജറ്റില്.